മാർച്ച് 13 വ്യാഴാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനങ്ങൾ ആരംഭിക്കുവാൻ ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പരമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് വ്യാഴാഴ്ച നമ്മൾ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. അനുദിനമുള്ള അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടി കർത്താവ് സജ്ജീകരിച്ച ഒരു വലിയ ദൈവശുശ്രൂഷയാണിത്. എല്ലാവർക്കും 5:30 മണിക്ക് എഴുന്നേറ്റിട്ട് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ കഴിയുകയും ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങളെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോനെ ഏൽപ്പിക്കാൻ പറ്റുന്ന വലിയ സമയമാണ്. അതുകൊണ്ട് തന്നെ ആവശ്യത്തോടും സന്തോഷത്തോടും കൂടെ വേണം ഇതിൽ പങ്കെടുക്കാൻ. കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെയും മാധ്യസ്ഥത്താൽ ആ പ്രത്യക്ഷീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൃപാസനത്തിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ കൃപാസ്ഥാനത്താറയിൽ നിന്ന് അർത്തങ്കിലേക്ക് നടത്തിയിട്ടുള്ള ലക്ഷക്കണക്കിന് മനുഷ്യർ പ്രാർത്ഥിച്ച കോടിക്കണക്കിന് ജപമാലയുടെ അസ്ഥിയാൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുണ്ട്, മത്സര പരീക്ഷകൾ, യോഗ്യതാ പരീക്ഷകളിൽ ഏർപ്പെട്ടിരിക്കുന്ന മക്കളുണ്ട്. ഈശോയെ,
അങ്ങനെ റിസൾട്ട് പ്രതീക്ഷിക്കുന്ന മക്കളുണ്ട് ഈശോയെ. റിസൾട്ട് വന്നിട്ട് റീവാലുവേഷന് കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെ പറഞ്ഞ് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന മക്കളുണ്ട് ഈശോയെ. അവർക്കെല്ലാം വ്യക്തതയുടെ വെളിച്ചം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ഈശോ നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവേ, ജീവിത മാർഗങ്ങൾക്ക് വേണ്ടി രാവിലെ ധൃതിയായിട്ട് പോകുന്നവർ, കൈത്തൊഴിൽ ചെയ്യുന്നവരുണ്ട് ഈശോയെ, ജോലിക്ക് പോകുന്നവരുണ്ട് ഈശോയെ, അധ്യാപകരുണ്ട് ഈശോയെ, കർത്താവ് തൊഴിൽ പഠിക്കുന്നതിന് വേണ്ടി പോകുന്നവരുണ്ട് ഈശോയെ, പഠിച്ച തൊഴിലിന് എക്സ്പീരിയൻസിന് വേണ്ടി ശ്രമിക്കുന്നവരുണ്ട് ഈശോയെ, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുക മുതലായ പല സർട്ടിഫിക്കറ്റുകൾ ആവശ്യമുള്ളവർ അതിനുവേണ്ടി യാത്രയാവുന്നവരുണ്ട് ഈശോയെ. അവരെ എല്ലാം അങ്ങയുടെ തിരുസന്നിധിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജോലി നഷ്ടപ്പെടുന്നുണ്ട്. മാർച്ച് മാസത്തിൽ ഒത്തിരി പേർക്ക് ജപ്തി നടപടി വന്നിരിക്കുന്നുണ്ട് ഈശോയെ. കുറച്ച് പൈസ അടച്ചു കൊടുത്താൽ അവർ രക്ഷപ്പെടും. അങ്ങനെ അടക്കാനുള്ളൊരു മാർഗ്ഗം അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. വല്ലാത്ത രീതിയിൽ ആദ്യ കൊണ്ട് വ്യാധി കൊണ്ട് ഭാരം കൊണ്ട് നിൽക്കുന്ന ഒത്തിരിയേറെ മക്കളുണ്ട് ഈശോ. അവരെല്ലാം നീ സ്പർശിക്കണം. അവർക്കെല്ലാം അവരെന്ത് വിഷയത്തിനാണ് വേദനിക്കുന്നത്, ഏത് വിഷയത്തിനാണ് വേദനിക്കുന്നത്, ആ വിഷയത്തിന് മേൽ ഇന്ന് ദൈവിക തീരുമാനം ഉണ്ടാകാനും, കർത്താവേ, അവർക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത മാർഗത്തിൽ ദൈവം തന്നെ രക്ഷയുടെ വഴി അവർക്ക് കാണിച്ചു കൊടുക്കാനും, കാനായിലെ കല്യാണ കുടുംബത്തെ കടഞ്ഞു നിന്ന പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അവർക്ക് ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ വിവാഹത്തിനായി ഒരുങ്ങുന്നവരെ, നോൻപ് കഴിയുമ്പോൾ വിവാഹം വെച്ചിട്ടുള്ളവരെ അതെല്ലാം ഭംഗിയായിട്ട് നിർവഹിക്കാൻ കർത്താവ് ആവശ്യമായ കൃപ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നോൻപിന് മുമ്പ് ഒത്തിരിയേറെ വിവാഹങ്ങൾ നടന്നു. പക്ഷെ അവരെല്ലാം മധുവിധൻ്റെ ലഹരിയിൽ നോൻപും മറന്ന് നടക്കുന്നവരുണ്ട്, ദൈവത്തെ മറന്ന് നടക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവരും കർത്താവെ പതുക്കെ കർത്താവിൻ്റെ അരുവിലേക്ക് വരാനും, ഈ കാലങ്ങളെല്ലാം അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാലമായിട്ടത് മനസ്സിലാക്കുവാനും, അവർക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് കർത്താവിൻ്റെ വിശുദ്ധിയും ദൈവത്തിൻ്റെ കൃപയും ആവശ്യിക്കപ്പെടുവാനും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. മക്കൾക്ക് വേണ്ടി, മക്കളില്ലെങ്കിൽ മരിക്കണമെന്ന് ചിന്തിക്കണം, അങ്ങനെ ചിന്തിക്കുന്ന വിഡ്ഢിത്തരങ്ങൾ പോലും ചിന്തിക്കുന്ന മനുഷ്യരുണ്ട് ഈശോയെ. വൈകാരികമായിട്ട് തപ്പതിച്ച് പോയവരുണ്ട്, ബാലൻസ് തെറ്റിപ്പോയവരുണ്ട് ഈശോയെ. അവരെല്ലാം സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാസങ്ങളും വർഷങ്ങളുമായിട്ട് കുർബാന മുടക്കമുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബ പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങളിൽ ഞങ്ങളുടെ ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ പ്രാർത്ഥന സ്ഥാപിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ദൂരദേശത്തേക്ക് നാട് വിട്ടുപോയ മക്കളുണ്ട്, നാട് വിട്ടുപോയ അപ്പന്മാരുണ്ട് ഈശോയെ. മാനസിക രോഗം ബാധിച്ചിട്ട് കർത്താവ് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവരുണ്ട് ഈശോയെ. അവരെല്ലാം ആശ്വസിപ്പിക്കണമേ, തിരികെ പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തി അതിനെ അനുഗ്രഹിക്കപ്പെടട്ടെ. നമ്മളിപ്പോൾ എല്ലാവരും പരീക്ഷ മൂഡിലാണ്. എല്ലാ ദിവസവും കൃപാസനത്തിൽ നൂറുകണക്കിന് കുഞ്ഞുങ്ങൾ വന്ന് പരീക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് തന്നെ ചിന്തിക്കേണ്ട വേറൊരു ചിന്തയുണ്ട്. എന്താണെന്നറിയാമോ? നല്ല മാർക്ക് മേടിച്ച് പാസ്സാകണം കർത്താവേ, നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടണം. അങ്ങനെ ചിന്തിക്കും. സ്വാഭാവികമായിട്ട് ചിന്തിക്കണം മനുഷ്യൻ, എല്ലാവരും ചിന്തിക്കും. ഇനി കുഞ്ഞുങ്ങളെ ഒന്നാമത്തെ പ്രവേശനോത്സവത്തിന് ജൂൺ മാസത്തെ കുഞ്ഞുങ്ങളെ ചേർക്കുമല്ല, അപ്പോഴും മാതാപിതാക്കന്മാർ വിചാരിക്കണേ എന്താ, പ്രാർത്ഥിക്കുന്നത്, കർത്താവ് നല്ല സ്കൂളിൽ അഡ്മിഷൻ മേടിക്കണം. മുതിർന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ നല്ല കോളേജിൽ അഡ്മിഷൻ മേടിക്കണം. ഇപ്പം കാറ്റ്, മാറ്റ്, അതിനൊക്കെ ഏത് കോളേജാണ് നല്ലത് അവിടെ അഡ്മിഷൻ മേടിക്കണം. അപ്പോൾ ആ ചിന്താഗതിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല. എല്ലാ മനുഷ്യരും ചിന്തിക്കും, നല്ല സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ വേണം, നല്ല കോളേജ് അഡ്മിഷൻ വേണം. അങ്ങനെ നമുക്ക് ആഗ്രഹിക്കുന്നതിനും കുഴപ്പമില്ല. പക്ഷെ കർത്താവ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ
നമ്മൾക്ക് ചെയ്തു തരാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ അവർക്ക് ചെയ്ത് കൊടുക്കണമെന്ന്. എന്നുവെച്ചാൽ എൻ്റെ അർത്ഥം എന്താ പറയുക മനസ്സിലായില്ലേ? എന്താണ്? നല്ല സ്കൂളിൽ അഡ്മിഷൻ കിട്ടണമെന്ന്, നല്ല കോളേജ് അഡ്മിഷൻ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അത് മറ്റുള്ളവർ നമുക്ക് ചെയ്തു തരേണ്ട കാര്യങ്ങളാണ്. അപ്പോഴെന്താണ്? നമ്മളും അത് അവർക്ക് ചെയ്ത് കൊടുക്കണം. എന്താണ്? ആ അഡ്മിഷൻ കിട്ടാൻ പറ്റുന്ന രീതിയിൽ പഠിക്കണം. അതാണ് വിഷയം. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മുടെ സൈഡാണ് എപ്പോഴും നോക്കുന്നത്. നമ്മുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിരിക്കണമെന്നേ ഉള്ളൂ. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കായാലും പിന്നെ ജോലി ആയാലും നല്ല രാജ്യത്ത് പോകണം, നല്ല രാജ്യത്ത് പോയി ജോലി ചെയ്യണം, എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ നിൻ്റെ ആസ്തി എന്താ? നിൻ്റെ ആസ്തി എന്താണ്? അതാണ് വിഷയം. ദൈവം നീതിമാനായത് കാരണം പലപ്പോഴും നമ്മുടെ ആസ്തിയിൽ, ഇപ്പോൾ ഉടമ്പടിയിൽ വന്നപ്പോൾ രക്ഷപ്പെട്ടിരിക്കണത്, ഉടമ്പടി അതിൻ്റെ ഒരു ഗതിയില്ലാത്ത ആൾക്കാർ രക്ഷപ്പെടുന്നത് നോട്ട് ബൈ മെരിറ്റ് എന്നുള്ളൊരൊറ്റ ഫോർമുലയിലാണ്. പക്ഷെ ജീവിതകാലം മുഴുവൻ നോട്ട് ബൈ മെരിറ്റ് വർക്ക് ചെയ്യുമോ? കാര്യം നമ്മുടെ ദൈവത്തിൻ്റെ നീതിയുടെ സമയത്ത് നമ്മുടെ ഭാഗത്തുനിന്ന് അതിനുള്ള യോഗ്യത ഉണ്ടോ? ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം യോഗ്യത ഉണ്ടാക്കണമെന്ന് എൻ്റെ അർത്ഥം. ലുക്കായുടെ സുവിശേഷം 6:31. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ. അപ്പം ഇത് ഈ തിയറിയാണ്. ഇത് ഗോൾഡൻ റൂൾ എന്ന് പറയും. ഗോൾഡൻ റൂൾ ജനറലൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾക്ക് അർഹത ഉള്ളവരൊക്കെ കൂടുതൽ നമുക്ക് കിട്ടിയിരിക്കണമെന്ന് പലതും. എന്നാൽ അതിന് നമ്മൾ നന്ദി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ കേമത്വമായിട്ട് നമ്മൾ കൊട്ടിക്കൊഴിക്കുകയും ചെയ്യും, ദൈവത്തിനെ മാറ്റി നിർത്തുകയും ചെയ്യും. ഒരു കാര്യം എൻ്റെ സഹോദരൻ മനസ്സിലാക്കേണ്ട കാര്യം, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ഏതെങ്കിലും കാലത്ത് അത് കൊടുക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ അത് ഒരു ആധ്യാത്മികമായ കടമായി മാറും. അതിൻ്റെ പരിധി വിഷയം പിന്നെ ഒരു വിഷയം ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിന് അത് തടസ്സമായി വരും. എപ്പോഴും അപ്പം ദൈവത്തിന് കൊടുക്കാനുള്ള ദൈവത്തിനും സീസറിന് കൊടുക്കാനുള്ള സീസറിന്. കർത്താവിൻ്റെ തീരുമാനമാണ് ഇതെല്ലാം കർത്താവിൻ്റെ ഗോൾഡൻ റൂൾസാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. മത്തായി 22:21. സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. അപ്പം നന്ദി എന്താണ്? 10 പേരല്ലേ സുഖപ്പെട്ടത്? 9 പേര് എവിടെയെന്ന് ചോദിക്കുമ്പോൾ എന്താണ്? ആ 9 പേരും ദൈവത്തിനുള്ളതാണ്. എന്താണ്? ദൈവം കൊടുത്തതാണ്. അവൻ്റെ അർഹതയ്ക്ക് അപ്പുറത്ത് കൊടുത്തിരിക്കുന്ന അനുഗ്രഹമാണ്. അപ്പോൾ ദൈവത്തോട് എന്താണ്? നന്ദി പറയണം. അപ്പോൾ ദൈവത്തോട് നന്ദി പറയാത്ത എന്താണ് ആൾക്കാർ? തങ്ങളുടെ കേമത്വം കൊണ്ടാണ് അത് നേടിയെന്നുള്ള അവബോധ മനസ്സിൻ്റെ അഹംഭാവങ്ങളാണ് വരുന്നത്. അതുണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവത്തിനുള്ള ദൈവത്തിന് കൊടുക്കണം. ഓരോ കാര്യം എടുക്കുമ്പോൾ പകുതി മുക്കാൽ, ഇപ്പോൾ എൻ്റെയൊക്കെ ജീവിതത്തിൽ പകുതി മുക്കാലും ദൈവത്തിൻ്റെതാണ്. എന്താ കാര്യത്തിൽ എനിക്ക് എൻ്റെ കപ്പാസിറ്റിയെക്കുറിച്ച് നല്ലോണം അറിയാം. പിന്നെ ഞാൻ കുറേ അധ്വാനിക്കും. പക്ഷെ അധ്വാനിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഫലമണിക്കണേ. കഴിഞ്ഞ ടോക്കിൽ നമ്മൾ കണ്ടില്ലേ? അത് ദൈവമാണ്. അവൻ ചെയ്തതെല്ലാം അവിടുന്ന് ശുഭമാക്കുകയും ചെയ്തു എന്ന് പറഞ്ഞില്ലേ? അപ്പം ശുഭമാക്കണത് ആരാണ്? നമുക്ക് ചെയ്യാനേ പറ്റത്തുള്ളൂ. ശുഭമാക്കണത് ആരാണ്? ദൈവമാണ്. അപ്പം ആ ഒരു ബോധത്തിൽ എല്ലാ സമയത്തും ദൈവത്തിനെക്കുറിച്ച് ഓർക്കാനും ദൈവത്തിൻ്റെ സ്പേസ് നോക്കിയിട്ട് അവിടെ കയറി നമ്മൾ കരുക്കൾ വെക്കരുത്. മനസ്സിലായില്ല? അത് ദൈവത്തിൻ്റെ സ്പേസാണ്. നന്ദിയോടെ വിനയത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് മഹത്വപ്പെടുത്തി മറ്റുള്ളവർക്കും ദൈവത്തിന് പറഞ്ഞു കൊടുത്ത് അങ്ങനെ നല്ല സാക്ഷിയായി ദൈവ പൈതലായി ജീവിക്കുക. കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ.